ഞാനൊരു മേക്ക് ഓവറിന് പോവാം. സോ അതിന് മുന്നുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാനുണ്ട്. ഫസ്റ്റ് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു. സെക്കൻഡ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തു. സൺസ്ക്രീൻ തീയാറായി, എന്നാലും നമ്മൾ അതിനടുത്ത് പെരട്ടുമല്ലോ. പിന്നെ ഈ സൺസ്ക്രീൻ തന്നെ മെയിനായിട്ട് യൂസ് ചെയ്തതിന്റെ കാരണം ഇത് നല്ല ഗ്ലോയിങ് തരും. എന്റെ രണ്ട് സൈഡും കണ്ടില്ലേ, ഞാൻ ആ പെരട്ടിയെടുത്ത് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൺസീലർ വരട്ടാം. വളരെ കുറച്ച്, ഒന്ന് പേരിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് പെരട്ടുന്നത്. എന്തായാലും ഇതിപ്പോ കഴുകിക്കളയുമെന്ന് എനിക്കും അറിയാം. ഇനി കുറച്ച് ഐലൈനറും കൂടെ ഇടാം. എന്റെ കയ്യിരിക്കുന്ന ഐലൈനർ ഒക്കെ കഴുകിയാലും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സുഡിയോഡ് ഐലൈനർ എടുത്തത്. അതാവുമ്പം കഴുകുമ്പോൾ പെട്ടെന്ന് പോകും. എന്തായാലും ഫേസിലുള്ളതല്ലേ, ഇപ്പം കഴുകി കളയാനുള്ളതല്ലേ. സോ ഇത്ര ആഡംബര സ്ഥിതിക്ക് നമുക്കൊരു ലിപ് ലൈനും കൂടെ ചെയ്യാം. ഇതെല്ലാം ഇട്ടിട്ട് വെള്ളോട്ട് ഇറങ്ങിയില്ല ഒരു സമാധാനം കിട്ടും. അതുകൊണ്ടാ പിന്നെയും ഇത് കഴുകി കളയണം എന്നറിഞ്ഞിട്ടും ഇതെടുത്തിടുന്നത്. പിന്നൊരു മായ്ച്ചൽ പെട്ടെന്ന് പോകുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടെ എടുത്തിട്ടു. അങ്ങനെ ഒരു തട്ടിക്കൂടൽ മേക്കപ്പ് റെഡി. ഞാൻ ഈ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫേസിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്തത് ഇത് കഴുകി കളയാനുള്ളതാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. അത് നിങ്ങൾക്കും എന്റെ ആക്ഷൻ കൊണ്ട് മനസ്സിലാവുമായിരിക്കാം. സോ നമുക്ക് ഇനി ഹെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് പോവാം. വലുതായിട്ട് സെറ്റ് ചെയ്യണ്ട, ചെറുതായിട്ട് നമുക്ക് സെറ്റ് ചെയ്താൽ മതി. അവിടെ എന്തായാലും നമ്മൾ എന്തോ സെറ്റ് ചെയ്തിട്ട് പോയാലും അവരുടെ ഇഷ്ടത്തിന് ആ ഒരു ലുക്കിനനുസരിച്ച് എന്തായാലും ഹെയർ എല്ലാം സെറ്റ് ചെയ്യുമല്ലോ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് പോയാൽ മതി. ഒരു തട്ടിക്കൂട്ടൽ മേക്കപ്പ് ആയാലും എനിക്ക് ഈ ലുക്ക് ഏതാണ്ടൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് ഇറങ്ങി പോവാന്ന് വെച്ചാൽ നല്ലപോലെ ഒരുങ്ങാൻ പോകുമ്പം ഒരു നല്ല ലുക്ക് വരത്തില്ല. പക്ഷെ ഇതൊരു ഓക്കെ ലുക്കാണ്. ഞാൻ ഇതിനേക്കാളും ബോറായിട്ട് ഒരുങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു വാച്ചും കവളും കൂടി ഇനി ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ അവസാനിപ്പിക്കല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. എന്റെ ഈ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത് എനിക്ക് പടയുന്നത് ചുമ്മാ കിട്ടിയതല്ല. എന്റെ ഓരോ വീഡിയോസ് ഇട്ടപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത്, എനിക്ക് 1-2 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. സോ എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ആ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആക്കി തന്നതിന്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും എന്റെ ആ 500 സബ്സ്ക്രൈബേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.